അധികം വെജിറ്റബിളൊന്നും ചേർക്കാതെ നമുക്കിതുപോലൊരു കറി ഉണ്ടാക്കിയാലോ? എളുപ്പത്തിലുണ്ടാക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള, ഒരു പൊട്ടറ്റോ, 2 തക്കാളി. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൺചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആയത് കേട്ടോ. അപ്പോൾ അത് ചേർക്കുക. അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണ ഒരേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. നല്ലൊരു ഫ്ലേവറാണ് ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ കനം കുറച്ചാണ് ഉള്ളിയും പൊട്ടറ്റോയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കറി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തക്കാളി എടുക്കുന്ന വളരെ പുളി കുറവുള്ള തക്കാളി തന്നെ എടുക്കുക കേട്ടോ. ഈ കറിക്ക് ഒത്തിരി പുളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളുകയില്ല. അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് അധികം എരിവില്ലാത്തതായതുകൊണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ. ഇനി ഇതിലേക്ക് 2-3 ഇല കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്കിത് വേകാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് ഒരുപാട് ലൂസായാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് ചെരുവിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഒരു 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ജീരകം കൂടാൻ പാടില്ല കേട്ടോ. ഒത്തിരി പെരിഞ്ജീരകം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്തൽ വരും ഈ പെരിഞ്ജീരകത്തിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നോക്കൂ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇങ്ങനെ നമ്മൾ തവി കൊണ്ട് എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് വേകാനുള്ള കഷ്ണം എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. അത് ദേ നോക്കൂ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒന്നില്ല തവി കൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉടച്ചെടുക്കുക. ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഒരുപാട് ഉടയ്ക്കേണ്ട. അതായത് ഇതൊന്ന് ജസ്റ്റ് ഉടയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോയുടെ കഷ്ണം ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അതും കൂടെ ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് അരപ്പ് ചേർക്കുമ്പോൾ അല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. കടലമാവ് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂണിൽ കൂടുതൽ ചേർക്കേണ്ട, 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇതേ നോക്കൂ, നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കടലമാവിൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയിലെ കറി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമുക്കൊന്ന് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉലുവ ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ.
എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അതും പ്രത്യേകിച്ചും നമ്മൾ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.